ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഷുഗർ ലെവലും രക്തസമ്മർദ്ദവും ഒക്കെ കുറയ്ക്കാൻ മരുന്ന് കഴിക്കാൻ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് പൊടിക്കൈകളുണ്ട്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും സുലഭമായി കിട്ടുന്ന ഒന്നാണ് ഇഞ്ചി. ആ ഇഞ്ചി ഉപയോഗിച്ച് നമുക്ക് ഇതെങ്ങനെ ചെയ്യാമെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പലരും ഇത് കഴിച്ച് 100% റിസൾട്ട് കിട്ടിയവരാണ്. എന്നാൽ ഇത് കഴിക്കാൻ പാടില്ലാത്ത കുറച്ച് ആൾക്കാരും ഉണ്ട്. അവരും ഒന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു രോഗം വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചാടിക്കേറി മരുന്ന് കഴിക്കാൻ നമ്മളെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആദ്യം ഒന്ന് നോക്കുക. നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ജീവിത രീതിയിലും നമ്മുടെ ആഹാരക്രമത്തിലും ഒക്കെ കുറച്ച് മാറ്റം കൊണ്ടുവരിക. അതുപോലെ തന്നെ നന്നായി എക്സസൈസ് ചെയ്യുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ജീവിതശൈലി രോഗങ്ങളൊക്കെ ഒരു പരിധിവരെ തടയാൻ നമുക്ക് സാധിക്കും. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ഇഞ്ചി. ഷുഗർ ലെവൽ നോർമലാക്കാനും ഉയർന്ന രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇഞ്ചി നീര് കുടിക്കുന്നത് വളരെയധികം പ്രയോജനമാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നമ്മുടെ വീട്ടിൽ വളർത്തിയെടുക്കുന്ന ഇഞ്ചിക്കാണ് ഗുണങ്ങളേറെ. നമുക്കത് വീട്ടിൽ വളർത്തിയെടുക്കാൻ അധികം വളത്തിൻ്റെയോ സമയത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഒരു കഷ്ണം ഇഞ്ചി കുഴിച്ചിട്ടാൽ തന്നെ നമുക്കത് വളർത്തി പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. നമ്മുടെ ഭക്ഷണം പാകം ചെയ്യുന്നതിലും ആയുർവേദത്തിലും വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് ഇഞ്ചി. ചുക്കില്ലാത്ത കഷായം ഇല്ല എന്നല്ലേ പറയുന്നത്. ആയുർവേദത്തിലെ മുഖ്യ ഘടകമാണ് ചുക്ക്. ഇഞ്ചി ഉണക്കിയാണ് ചുക്ക് ഉണ്ടാക്കുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം. ജിഞ്ചറോൾ എന്ന ആൻറ്റി ഓക്സിഡൻസ് ആണ് ഇഞ്ചിയിൽ അടങ്ങിയിരിക്കുന്നത്. ഇഞ്ചിയുടെ സുഗന്ധത്തിനും ഗുണത്തിനും ഒക്കെ കാരണം ഇത് തന്നെയാണ്. ഷുഗർ ഉള്ളവർ മാത്രമല്ല, ഷുഗർ വരാൻ സാധ്യതയുള്ളവരും ഈ ഒരു രീതിയിൽ ഇഞ്ചി കഴിക്കാം. ഇത് ഷുഗർ വരുന്നത് തടയാനും ഷുഗർ ഉള്ളവർക്ക് കുറയാനും വളരെ നല്ലൊരു മാർഗ്ഗമാണ്. ഞാനിപ്പോൾ ഈ ഒരു മിശ്രിതം തയ്യാറാക്കാൻ വേണ്ടി ഒരു കഷ്ണം ഇഞ്ചി ഒരു ഇടികല്ലിൽ ചതച്ചെടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാവുന്നതാണ്. ഇനി ഞാൻ 2 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട്. ഇഞ്ചിക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ ചെറിയ ദോഷങ്ങളുമുണ്ട്. ചില ആൾക്കാർ ഇഞ്ചി കഴിക്കാൻ പാടില്ല. അതിനെക്കുറിച്ച് നമുക്ക് വഴിയേ പറയാം. ആദ്യം അതിൻ്റെ നല്ല ഗുണങ്ങളെ പറ്റിയാണ് നമുക്കറിയേണ്ടത്. ഇപ്പം ഞാൻ എടുത്തു വെച്ചിരുന്ന ആ 2 ഗ്ലാസ് വെള്ളത്തിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിത് തിളപ്പിച്ചെടുക്കണം. നമ്മൾ 2 ഗ്ലാസ് വെള്ളമാണ് എടുത്തത്. നമ്മളതിനെ തിളപ്പിച്ച് 1 ഗ്ലാസ് ആക്കി മാറ്റിയാണ്. നമ്മൾ ഈ തിളപ്പിക്കുന്ന സമയത്ത് ഈ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറും. നമ്മൾ ഇഞ്ചി ആഹാരത്തിൽ ചേർത്ത് കഴിക്കുന്നതിനേക്കാൾ പച്ചയ്ക്ക് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ഗുണങ്ങൾ ഏറുക. പ്രമേഹത്തിനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും മാത്രമല്ല, ഒരു കഷ്ണം ഇഞ്ചി നമ്മൾ കഴിക്കുന്നത് നമുക്ക് വിശപ്പ് കൂടാൻ വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ ഇഞ്ചി അരച്ച് അതിലല്പം വെള്ളം ചേർത്ത് നെറ്റിയിൽ പുരട്ടുന്നത് മൈഗ്രെയിൻ കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ഇഞ്ചി നീരിൽ തേൻ ചേർത്ത് കഴിക്കുന്നത് ചുമയ്ക്ക് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ പല്ലുവേദനയ്ക്ക് ഇഞ്ചി ചെറിയൊരു കഷ്ണം എടുത്ത് ആ ഒരു ഭാഗത്ത് വെച്ച് കുറച്ച് സമയം കടിച്ചു പിടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മുടെ ഈ മിശ്രിതം നന്നായി തിളച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടി വെക്കാം. ഇപ്പം തലേ ദിവസം രാത്രിയിലാണ് ഞാനിങ്ങനെ ചെയ്ത് വെക്കുന്നത്. ഇനി പിറ്റേ ദിവസമായി മോർണിംഗ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ദേ, ആ ഇഞ്ചിയൊക്കെ താഴെ ഒന്ന് അടിഞ്ഞ് ആ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പയിലേക്ക് അരിച്ച് എടുക്കാം. നമ്മൾ 2 ഗ്ലാസ് വെള്ളമാണ് തിളപ്പിക്കാൻ വെച്ചിരുന്നത്. ഇപ്പോൾ ഇത് ഏകദേശം 1 കപ്പായി കിട്ടിയിട്ടുണ്ട്. ഇത് വെറും വയറ്റിലാണ് കഴിക്കേണ്ടത്. ഇത് ആദ്യമായി കഴിക്കുന്നവർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായി തോന്നിയേക്കാം. കാരണം നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ വായിലൊക്കെ ഒരു പുകച്ചിലുണ്ടാവും. നമ്മളിതൊരു 3 ദിവസം അടുപ്പിച്ചാണ് കഴിക്കേണ്ടത്. ഷുഗർ വരാതിരിക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഈ ഇഞ്ചി വെള്ളം കുടിക്കുന്നത്. നമുക്ക് ഈ ഒരു ഡ്രിങ്ക് വേറൊരു രീതിയിലും തയ്യാറാക്കാം. ഇങ്ങനെ തിളപ്പിച്ച് വെക്കാനൊന്നും സമയമില്ലെങ്കിൽ നമ്മൾ 1 ഗ്ലാസ് ചൂടുവെള്ളം എടുക്കുക. അതിലേക്ക് 1 കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർക്കുക. എന്നിട്ട് അടച്ചു വെച്ച് ആ ചൂട് മാറുമ്പോൾ നമുക്കതെടുത്ത് കുടിക്കാവുന്നതാണ്. ഇനി അടുത്തതായി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അടുത്തൊരു രീതി എന്ന് പറയുന്നത് ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഒരു മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കുക.
നല്ല നീരുള്ള ഇഞ്ചിയാണെങ്കിൽ വളരെ നന്നായിരിക്കും. കാരണം നമ്മൾ ഇത് പിഴിഞ്ഞാണ് എടുക്കാൻ പോകുന്നത്. പിഴിഞ്ഞിട്ട് ഇതിൻ്റെ നീരാണ് നമ്മൾ എടുക്കുന്നത്. ഇഞ്ചി പിഴിഞ്ഞ ശേഷം ഈ ഒരു തൊണ്ട് കളയാൻ പാടില്ല. ഇത് നമുക്ക് ഉണക്കി ചുക്കായിട്ട് എടുക്കാൻ പറ്റും. ഇഞ്ചി നീര് കുറവാണെങ്കിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഇഞ്ചി എടുക്കുക. ഞാനിപ്പം ഇതിൽ നിന്ന് ഒരു 15 ml ഇഞ്ചി നീര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ വീട്ടിൽ വറുത്ത് പൊടിക്കുന്ന ഉലുവാപ്പൊടി ആയിരിക്കും ഏറ്റവും നല്ലത്. ഇത് 3 ദിവസം വെറും വയറ്റിൽ കഴിക്കുക. ഇത് പ്രമേഹവും ഷുഗറും ഒക്കെ നോർമലാക്കാൻ വളരെയധികം സഹായകമാണ്. നമ്മളിത് കഴിക്കുന്നതിന് മുന്നേ ആദ്യം നമ്മുടെ ഷുഗർ ലെവൽ ഒന്ന് നോക്കുക. 3 ദിവസം അടുപ്പിച്ച് കുടിച്ച ശേഷം 1 മാസം കഴിയുമ്പോൾ നമുക്ക് ഷുഗർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ തന്നെ മാറ്റം അറിയാവുന്നതാണ്. ഇങ്ങനെ ഒരു 3 മാസം കഴിക്കുക. തീർച്ചയായിട്ടും നമ്മുടെ ഷുഗർ നോർമലാവും. ഇഞ്ചി പോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും പ്രയോജനമുള്ള ഒന്നാണ് ഉലുവ. നമ്മൾ ഇഞ്ചി തിളപ്പിച്ച് കഴിച്ചതുപോലെ തന്നെ ഉലുവയും വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് കഴിക്കുന്നതും ഷുഗർ കുറയ്ക്കാൻ വളരെ നല്ലൊരു മാർഗ്ഗമാണ്. ഞാനിപ്പോൾ അടുത്ത മിശ്രിതം തയ്യാറാക്കാൻ വേണ്ടി 1 സ്പൂണ് ഉലുവ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാൻ വേണ്ടി വെക്കാം. അതുപോലെ തന്നെ ഉലുവ തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം ആ ഉലുവ എടുത്ത് മാറ്റിയിട്ട് ആ വെള്ളം കുടിക്കുന്നത് പ്രമേഹ രോഗികൾക്ക് പ്രമേഹം കുറയാൻ വളരെയധികം സഹായിക്കും. ഇപ്പം നമ്മൾ ഇട്ട് വെച്ചിരുന്ന ഉലുവ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വളരെ ചെറുതായിട്ട് അരിയുക, എന്നാലേ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റൂ. ഇതിൽ ഇഞ്ചിനീര് കുറവാണെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് അരച്ചേ മതിയാവൂ. കാരണം വെച്ചാൽ ഇതല്ലെങ്കിൽ നന്നായിട്ട് അരഞ്ഞു വരില്ല. ഇപ്പോൾ ഇതാ ഞാനിവിടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പേസ്റ്റ് വെച്ചിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഇതൊന്ന് അരിച്ചെടുക്കാം. ഇത് അരിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഈ വെള്ളം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അരിച്ച് ഇതിൻ്റെ നീരെടുക്കാം. ഇപ്പം നമ്മൾ എവിടെ ചെന്നാലും പരസ്പരം 2 പേര് കണ്ടാലും ചോദിക്കുന്നതാണ്, നിനക്ക് ഷുഗറുണ്ടോ, എനിക്ക് ഷുഗറുണ്ടോ. ഇപ്പം ഷുഗറിന് പ്രായമൊന്നുമില്ല. ചെറുപ്പക്കാരിൽ 20-25 വയസ്സുള്ളവർക്കൊക്കെ ഷുഗറുണ്ട്. ഒരുപക്ഷെ അത് നമ്മുടെ ജീവിത രീതിയുടെയോ അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കിട്ടുന്നതോ ഒക്കെ ആയിരിക്കും. ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത ശേഷം നമുക്ക് അതിൽ നിന്ന് കുറച്ച് ക്വാണ്ടിറ്റി ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഏകദേശം ഞാനൊരു 3-4 സ്പൂണ് എടുക്കുന്നുണ്ട്. ഒരു 4 സ്പൂൺ എടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം ആയാലും അത്രയും നല്ലത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് വെറും വയറ്റിൽ കഴിക്കുക. ഇപ്പം ഞാൻ 3 രീതിയിൽ കാണിച്ചു തന്നു. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ഷുഗർ ആണെന്ന് അറിയുമ്പോൾ തന്നെ ഗുളിക ഒന്നും കഴിക്കാതെ ഈ ഒരു ഹോം റെമഡി ഒക്കെ ചെയ്ത് നോക്കിയാൽ ഒരു പരിധിവരെ നമുക്ക് ഷുഗർ കുറയ്ക്കാൻ പറ്റും. നമ്മളിൽ പലരും 2 നേരം ചായ കുടിക്കുന്നവരല്ലേ. ഇങ്ങനെ ചായ കുടിക്കുന്നവർ ആഴ്ചയിൽ 2-3 തവണ ചായ തിളപ്പിക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് തിളപ്പിക്കുക. ഈ ഒരു ഇഞ്ചി ചായ കുടിക്കുന്നത് നമ്മുടെ വയറിന് വളരെയധികം നല്ലതാണ്. അതുമാത്രമല്ല പീരീഡ്സ് പോലുള്ള വയറുവേദന വരുമ്പോൾ ഇങ്ങനെയുള്ള ഇഞ്ചി ചായ കുടിക്കുകയാണെങ്കിൽ ആ വേദന വളരെ വേഗത്തിൽ തന്നെ മാറുന്നതാണ്. ഞാൻ മുന്നേ പറഞ്ഞിരുന്നു ഇഞ്ചിക്ക് കുറച്ച് ദോഷവശങ്ങൾ കൂടി ഉണ്ടെന്ന്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പീരീഡ്സ് സമയത്ത് അമിതമായിട്ട് ഇഞ്ചി കഴിച്ചാൽ ഒരുപാട് ബ്ലീഡിങ് ആവും. അപ്പോൾ അമിതമായിട്ട് കഴിക്കാതിരിക്കുക. നമ്മൾ ഇതുപോലെ ടീ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഇഞ്ചി അതിലേക്ക് ചേർക്കുക. അത് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ ഷുഗറിനും പ്രഷറിനും സ്ഥിരമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ ഇങ്ങനെ ഇഞ്ചി വെള്ളം കുടിക്കുകയാണെങ്കിൽ ഷുഗർ ലെവൽ വളരെയധികം താഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഗർഭിണികൾക്ക് മോർണിംഗ് സിക്നെസ് ഒക്കെ ഉണ്ടാക്കില്ലേ, ആ സമയത്തൊക്കെ ഇഞ്ചി കഴിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ അതിൻ്റെ അളവ് കൂടാൻ പാടില്ല. കാരണം അത് കുഞ്ഞിനെ ബാധിക്കും. അതുകൊണ്ട് വളരെ കുറഞ്ഞ അളവിൽ മാത്രം കഴിക്കുക. അതുപോലെ തന്നെ ഇഞ്ചി വെള്ളം ബ്ലീഡിങ് ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ്. അതുകൊണ്ട് ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള മരുന്ന് കഴിക്കുന്നവരൊക്കെ ഇത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.
അപ്പോൾ അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരെ ബായ്.